മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറി ആവാൻ. സീറോ മലബാർ സഭയുടെ പ്രേഷിത മുന്നണിയായ സെൻറ് തോമസ് മിഷനറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം. കടുകുമണി അപ്പസ്തലോയ്, അയക്കപ്പെട്ടവർ. MSTയുടെ മാധ്യമ വിഭാഗമായ ഇമ്പാക്റ്റും ഷാലോം TVയും ചേർന്ന് അവതരിപ്പിക്കുന്ന ഈ വിശ്വാസ പരിശീലന കളരിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേഷിത പാതകളറിയാം. പ്രേഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേഷിത വഴിയിൽ ചിന്നിടമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേഷിത പാതകളറിയാം. പ്രേഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിയിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറി ആവാൻ. ഒരിക്കൽ കൂടി പ്രിയ കൂട്ടുകാരെ, കടുകുമണി അപ്പസ്തലോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു വലിയ പ്രേഷിതയെക്കുറിച്ചാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്രേഷിതമാരുടെ പേരറിയാമോ? കൊച്ചു ത്രേസ്യ, മദർ തെരേസ, വിശുദ്ധ അൽഫോൻസാമ്മ. പക്ഷെ ഇതിനെല്ലാം ഉപരിയായി പ്രേഷിതമാരുടെ പ്രേഷിത പരിശുദ്ധ അമ്മ മറിയം, പരിശുദ്ധ മാതാവ് അല്ലേ? പരിശുദ്ധ മാതാവ് എന്ന മിഷണറിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ എത്ര മരിയമാരുണ്ട്? കൊച്ചുമരിയ, മരിയാഞ്ചല, മരിയറ്റ്. 3 മരിയമാരുണ്ടല്ലേ? നല്ല മരിയയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണോ മരിയ? അത് കൊള്ളാലോ. അപ്പോൾ സാധാരണ ബർത്ത്ഡേക്ക് അമ്മ എന്താ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുന്നത്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു തരും അല്ലേ? വാവ്. അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് മരിയയുടെ അമ്മയ്ക്ക് വേണ്ടി മനോഹരമായ മാതാവിൻ്റെ ഒരു പാട്ട് പാടിയാലോ? ഏതായിരിക്കും ആ പാട്ട്? ഏത് പാട്ടാണ് പാടുന്നത്? എന്നമ്മയെ ഓർക്കുമ്പോൾ. ഒന്നിച്ച് പാടാം അല്ലേ? നല്ല എനർജറ്റിക് ആയിട്ട് നല്ല രീതിയിൽ നമുക്കത് പാടണം. തുടങ്ങിക്കോളൂ. റെഡി, 1 2 3 സ്റ്റാർട്ട്. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആ
കണ്ണീരായി കൺകളിലായി പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിനാ. അടുത്ത പ്രാവശ്യം ഐസ്ക്രീം മേടിക്കുമ്പോൾ ഞങ്ങൾക്ക് കൂടി വേണ്ടി മേടിക്കണം കേട്ടോ. അമ്മയോട് പ്രത്യേകം പറയണം, ഞങ്ങൾ പാട്ടൊക്കെ പാടി പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറയണം. പറയോ? ഇനി നമ്മൾക്കറിയേണ്ടത് മാതാവിൻ്റെ വിശേഷണങ്ങളാണല്ലേ. മാതാവിനെക്കുറിച്ച് ഒത്തിരി വിശേഷണങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് ഈ വിശേഷണങ്ങൾ മനസ്സിൽ വരിക. മാതാവിൻ്റെ ഒന്ന് രണ്ട് വിശേഷണങ്ങളൊക്കെ ഒന്ന് പറയാമോ? മാതാവ് സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. സ്നേഹത്തിൻ്റെ ഉറവിടമാണ്. മാതാവ് കന്യകയാണ്. കന്യകയാണ്. മാതാവ് സഭയുടെ മണവാട്ടിയാണ്. സഭയുടെ മണവാട്ടിയാണ്. അമലോത്ഭവയാണ്. അമലോത്ഭവയാണ്. ഈശോയുടെ അമ്മയാണ്. ഈശോയുടെ അമ്മയാണ്. മാതാവ് പരിശുദ്ധയാണ്. മാതാവ് പരിശുദ്ധയാണ്. നോക്കിക്കേ, എത്രമാത്രം വിശേഷണങ്ങളാണ് പരിശുദ്ധ അമ്മയ്ക്ക് അല്ലേ. ഇത്രമാത്രം വിശേഷണങ്ങളുള്ള വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പരിശുദ്ധ അമ്മയെ സ്തുതിക്കുന്ന പാട്ടുകൾ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് 100 നാവുകളാണ്. മനസ്സിലായല്ലോ? സാറേ, ഫിലിപ്പ് മാതാവിൻ്റെ ഒരു മനോഹര ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ട്. ആണോ ഫിലിപ്പേ? ഒന്ന് കണ്ടു കളയാ. കൊള്ളാലോ. ദേ ഫിലിപ്പ് വരച്ചിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാതാവിൻ്റെ പടം. കണ്ടോ? എന്നിട്ടെന്തേ കൈയടിക്കാത്തത്? ഈശോയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ. ഇത് തന്നെയാണ് പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഗുണം. ആരൊക്കെ ഈശോയെ പ്രഘോഷിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആരൊക്കെ ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുവോ, അവരെയെല്ലാം ചേർത്ത് പിടിക്കുന്ന അമ്മയാണ് പരിശുദ്ധ അമ്മ. കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പല അച്ഛന്മാരും പല സിസ്റ്റേഴ്സും പറയുന്നത്, വലിയ വലിയ അവർക്ക് വലിയ പരിചയമില്ലാത്ത വലിയ കാടുകളും ഒത്തിരി ക്രിസ്ത്യാനികളൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി അവർ ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകളിലും സങ്കടങ്ങളിലും അവർ വിളിച്ചപേക്ഷിക്കുകയും അവർ സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോടാണ്. അപ്പോൾ ഈശോയെ ഇതുപോലെ പരിശുദ്ധ അമ്മ ചേർത്ത് പിടിച്ചതുപോലെ ആ മിഷണറിമാരെ ചേർത്ത് പിടിച്ച് അവരെ തഴുകി അവരെ ആശ്ലേഷിച്ച് അവർക്ക് ഊർജം പകരുന്ന ഒരമ്മയാണ് പരിശുദ്ധ അമ്മ. താങ്ക് യു. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം പരിശുദ്ധ അമ്മ ഒരു പ്രേക്ഷിതയാണെന്നല്ലേ? പറയാവോ? പരിശുദ്ധ അമ്മ ഒരു പ്രേക്ഷിതയാണ്. അല്ല സാറേ, ഒരു സംശയം. മാതാവ് എങ്ങനെയാ പ്രേക്ഷിതയാവുന്നേ? അതിന് മാതാവ് പുറത്തൊന്നും പോയിട്ടില്ലല്ലോ. നല്ല ചോദ്യം. നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഒരു പ്രേക്ഷിതയാകണമെങ്കിൽ അല്ലെങ്കിൽ പ്രേക്ഷിതനാകണമെങ്കിൽ നമ്മുടെ വീടെല്ലാം ഉപേക്ഷിച്ച് നമ്മൾ ദൂരെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഈശോയെക്കുറിച്ച് കേൾക്കാത്തൊരു സ്ഥലത്ത് പോയി നമ്മൾ എന്താ പറയുന്നത്, ഈശോയുടെ സുവിശേഷം ഈശോയെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണമെന്നാണല്ലേ? അത് മനസ്സിലാക്കണമെങ്കിൽ റിയ നമ്മുടെ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം വാക്യം ഒന്ന് വായിച്ചേ. ആ ദിവസങ്ങളിൽ മറിയം യൂദായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. തിടുക്കം. മാതാവ് തിടുക്കത്തിൽ യാത്ര പുറപ്പെടുകയാണ് അല്ലേ? ഈ തിടുക്കമാണ് മിഷണറിമാർക്ക് വേണ്ട ഒരു വലിയ ഗുണം. ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, നമ്മുടെ ദിയായ്ക്ക് ക്ലാസ്സിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്ന് വിചാരിക്കുക. ഓക്കെ, അന്ന് വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ പാടെ എടുത്തിയാടി ഓടുമല്ലേ വീട്ടിലേക്ക് പപ്പയോടും മമ്മിയോടും ഈ സന്തോഷ വാർത്ത പങ്കുവയ്ക്കാൻ അല്ലേ? ഒരുപക്ഷെ കൂട്ടുകാർ പറയും, ദിയെ നമുക്ക് ഇച്ചിരി കളിച്ചേച്ച് പോവാം, അല്ലെങ്കിൽ നമുക്കൊരു ചെറിയ ഷോപ്പിങ്ങിന് പോവാം, ഐസ്ക്രീം കഴിക്കാം, പല കാര്യങ്ങൾ പറയും. എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊന്നും പറയില്ല. തിടുക്കത്തിൽ വീട്ടിൽ നിന്നിറങ്ങി ഇടവഴിയിൽ ഒരിടത്തും നിൽക്കാതെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കൂ അല്ലേ? വീട്ടിൽ വന്ന പാടെ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ക്ലാസ്സിൽ 1-ാം റാങ്കാണ്. അപ്പയോട് പറയും, എനിക്ക് ക്ലാസ്സിൽ 1-ാം റാങ്കാണ് അല്ലേ? അത്രമാത്രം സന്തോഷവതിയായി തിടുക്കത്തിലാണ് പുറപ്പെടുക അല്ലേ? അപ്പോൾ താൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന വിവരം, തൻ്റെ ഉള്ളിലേക്ക് ഈശോ വരുന്നു എന്നുള്ള വിവരം എലിസബത്തിനെ അറിയിക്കാൻ പരിശുദ്ധമ്മ തിടുക്കത്തിൽ പോവുകയാണ്. ആ സന്തോഷത്തിൻ്റെ ആ മംഗളവാർത്ത അറിയിക്കാനായിട്ട് വളരെ തിടുക്കത്തിൽ പോകുന്നു. മാത്രമല്ല എലീശായെ ശുശ്രൂഷിക്കാൻ, ആ എലീശായുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി ആ എലീശായെ ശുശ്രൂഷിക്കാൻ കൂടിയാണ് പരിശുദ്ധ അമ്മ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ തിടുക്കം, ശുശ്രൂഷ ഒരു മിഷണറിക്ക് വേണ്ട വലിയ 2 ഗുണങ്ങളാണ്. മനസ്സിലായോ പ്രിയ കൂട്ടുകാരെ? ഒരു മിഷണറിക്ക് വേണ്ട ഒരു വലിയ ഗുണമായിട്ട് നാം കണ്ടു തിടുക്കം. ഇനി മാതാവ് നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു വലിയ ഗുണമുണ്ട്. അത് നമ്മൾ കാണുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ
9 വരെയുള്ള വാക്യങ്ങളാണ്. എന്താ സംഭവം എന്നറിയാവോ? കാനായിലെ കല്യാണ വിരുന്ന്. ഇനി നിങ്ങളതൊന്ന് അഭിനയിച്ച് കാണിച്ചേ. എന്താണ് മാതാവ് ചെയ്യുന്നത്? മാതാവിൻ്റെ ആ പ്രവൃത്തി വഴി നമുക്ക് മനസ്സിലാകണം എന്താണ് അടുത്ത മിഷണറി ക്വാളിറ്റി, ഒരു മിഷണറിക്ക് വേണ്ട ഗുണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. റെഡിയാണോ? റെഡി. റെഡിയാണല്ലേ? വന്നോളൂ. അപ്പോൾ വളരെ മനോഹരമായിട്ട് കാനായിലെ കല്യാണമാണ് ഒരു മയമായിട്ട് നിങ്ങൾ അവതരിപ്പിച്ചത് അല്ലേ? ഇതിൽ നിന്ന് മാതാവിൻ്റെ എന്തു പ്രേക്ഷിത ഗുണമാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്? പറ, ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കാൻ മാതാവിനറിയാം. ആവശ്യങ്ങൾ അറിഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മ അല്ലേ? ആ കല്യാണ വീട്ടിൽ മാതാവ് ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? കല്യാണത്തിന് വിളിച്ചു, ഒത്തിരി ആൾക്കാർ വന്നു, അവരുടെ കൾച്ചർ അനുസരിച്ച് അവരുടെ പാരമ്പര്യം അനുസരിച്ച് വരുന്നവർക്കെല്ലാം കുടിക്കാൻ വീഞ്ഞു കൊടുക്കണം, ആൾക്കാർ തട്ടിക്കയറും, അവരുടെ മാനം പോയനെ അല്ലേ? പക്ഷേ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ സഹായിക്കുന്ന പരിശുദ്ധ അമ്മ. ആദ്യം നമ്മൾ പറഞ്ഞു മാതാവിൻ്റെ തിടുക്കം, ഇപ്പോൾ നാം കണ്ടു മാതാവിൻ്റെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അത്തീഷ്ണത. ഇതാണ് മിഷണറിക്ക് വേണ്ട മറ്റൊരു വലിയ ഗുണം. നമ്മൾ എവിടെയായാലും എന്തൊക്കെ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്താലും അവിടെയുള്ള വ്യക്തികളെ സഹായിക്കാൻ, അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരിൽ ഒരാളായി അവർക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നമുക്കും കഴിയണം. പ്രിയ കൂട്ടുകാരെ, പരിശുദ്ധ അമ്മയുടെ മറ്റു 2 വലിയ മിഷണറി ഗുണങ്ങളാണ്, പ്രേക്ഷിത ഗുണങ്ങളാണ് നിശബ്ദതയും ശാന്തതയും. കുരിശ് യാത്രയിൽ ഈശോയെ അനുഗമിച്ചതുപോലെ. കുരിശ് യാത്രയിൽ ഈശോയെ അനുഗമിച്ചതുപോലെ. എക്സാക്ട്ലി. കുരിശിൻ്റെ ചുവട്ടിൽ മാതാവ് എന്താ കാണുന്നത്? തൻ്റെ സ്വന്തം പുത്രനെ അവർ കുരിശിൽ തറയ്ക്കുന്നു.
നിശബ്ദയായി ശാന്തയായി കുരിശിൻ്റെ ചുവടിൽ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന പരിശുദ്ധ അമ്മ. ആ നിശബ്ദതയും ശാന്തതയും നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഈശോയെ പ്രഘോഷിക്കണമെങ്കിൽ ഈ നിശബ്ദതയും ശാന്തതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എവിടെയെങ്കിലും പോയി ഈശോയ്ക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ, ആരെങ്കിലും നമ്മളെ പീഡിപ്പിക്കാൻ വന്നാൽ നമ്മൾ ഓടി ഒളിക്കുകയോ അല്ലെങ്കിൽ അവരുടെ മേൽ കൗണ്ടർ അറ്റാക്ക്, അവരെ എതിർത്ത് അവരെ അറ്റാക്ക് ചെയ്യാനോ ശ്രമിക്കേണ്ട കാര്യങ്ങളില്ല. ദൈവമാണ് നമ്മളെ വഴി നടത്തേണ്ടത്. പരിശുദ്ധ അമ്മയ്ക്കറിയാം തൻ്റെ മകൻ്റെ കുരിശുമരണം വെറുതെ ആവില്ല. അവൻ ഉയർത്തെഴുന്നേൽക്കും, ഈ ലോകത്തെ മുഴുവൻ അവൻ രക്ഷിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് തൻ്റെ മുൻപിൽ നടക്കുന്ന കുരിശുമരണം ഒരു വലിയ വേദനാജനകമായ സംഭവമാണ്. പക്ഷേ ശാന്തതയോടുകൂടി അതിനെ സ്വീകരിക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നുണ്ട്, അല്ലേ? ഇത് മനസ്സിലാക്കണമെങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം ജോസ് വായിച്ചേ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. റോമ 8:28. അതുമാത്രമാണ് ഒരു മിഷണറിയുടെ ഏക ആശ്രയം, ഏക ആശ്വാസം. ശാന്തമായിട്ടും സമാധാനമായിട്ടും അവനവന് ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുക. ബാക്കി എല്ലാം നമുക്ക് നന്മയ്ക്കായിട്ട് ഭവിക്കും, ഈശോ അങ്ങനെ ചെയ്യും എന്നുള്ള ഉറച്ച വിശ്വാസം മാത്രമേ നമുക്കുള്ളൂ. എങ്കിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിച്ചത്? പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഒത്തിരി പാട്ടുകളുണ്ടല്ലേ? ഒത്തിരി പാട്ടുകളുണ്ട്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ പാട്ടുകൾ ഉപയോഗിച്ചൊരു നല്ല അന്താക്ഷരി കളിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിച്ചാലോ? റെഡിയാണോ? ഒരു ഗ്രൂപ്പ് ഇവിടെ, അടുത്ത ഗ്രൂപ്പ് ഇവിടെ. ഓക്കെ? ആരാ തുടങ്ങുന്നേ? ഓക്കെ, തുടങ്ങിക്കോളൂ. നിത്യസഹായമാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നീ നൂ ആട്ടെ, പോരട്ടെ പെട്ടെന്നാട്ടെ സംഗതി. വിണ്ണിൻ രാജകന്യാ, കന്യാ സർവവന്യാ, മേരി ലോകമാതാ. പെട്ടെന്നാട്ടെ പരിപാടി. മറിയമേ അമ്മേ, സ്വർഗത്തിൽ നിന്ന നേത്രങ്ങൾ കൊണ്ടു നോക്കുക, നിൻ പാതേതാ നിൻ മക്കൾ വന്നു നിൽക്കുന്നു, അമ്മേ കാണുക. കന്യകമേരിയമ്മേ, കാവൽമാലാഖമാരേ, നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ, സാത്താനെ ദൂരെ അകറ്റിടണേ. സാത്താനെ ദൂരെ അകറ്റിടണമേ. സാത്താനെ അമലോത്ഭവയാം മാതാവേ, നിൻ പാവന പാദം ചേരുന്നു, കനകാലയമേ കന്യാമ്പേ, പരലോകത്തിൻ വാതിൽ നീ, അമലോത്ഭവയാം മാതാവേ. മറിയമേ, നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ, മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന ഒക്കെയും കേൾക്കണമേ. മക്കളെന്നോർത്തു നീ ഞങ്ങൾ തൻ പ്രാർത്ഥന. ആ പ്രാർത്ഥന മാതാവിന് സമർപ്പിച്ച്, മക്കളായി നമ്മുടെയൊക്കെ പ്രാർത്ഥന മാതാവിന് മുമ്പിൽ സമർപ്പിച്ച് ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. അടുത്തയാഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.